നമസ്കാരം. മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി 3 നായന്മാർ തമ്മിൽ തല്ലുന്നു. പോസ്റ്റർ വെക്കുന്നു, അത് കരിയോലടിക്കുന്നു. ഓക്കെ, KC വേണുഗോപാലൻ നായർ, VD സതീശൻ നായർ, രമേശ് ചെന്നിത്തല നായർ, 3 നായന്മാരാണ് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്. ആരായാലും ഒരു നായരായിരിക്കും മുഖ്യമന്ത്രി. ഇതിലേത് നായരായിരിക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് തീരുമാനിക്കേണ്ടത്. 3 നായന്മാരും തണ്ടും തടിയും അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെയുള്ള നായന്മാരാണ്. കാഴ്ചയിലും നിൽപ്പിലും പ്രവൃത്തിയിലും ഒക്കെ. VD സതീശൻ നായരാണെങ്കിൽ അസൽ കറതീർന്ന നായരാണ്. ആ അഹങ്കാരവും ആ ധാർഷ്ട്യവും എല്ലാം ഉണ്ട്. VD സതീശൻ മുഖ്യമന്ത്രി ആയാൽ വളരെ ക്ഷേമമായിരിക്കും. മോശപ്പെടുത്തി പറഞ്ഞതല്ല. VD സതീശന് നിർത്തേണ്ടവരെ നിർത്താനറിയാം. ഒരു പണി നടക്കത്തില്ല. പിണറായി വിജയൻ ഇരിക്കുമ്പോൾ പിണറായി വിജയൻ ഒരു വിഗ്രഹം മാത്രമായിരുന്നു. പൂജാരിമാർ ഓരോന്ന് പറയും, അതനുസരിച്ച് വിഗ്രഹം ഓരോരോ കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ കൊടുക്കും, അത്രയേ ഉള്ളൂ. വെറും ഒരു ബൊമ്മ മാത്രമായിരുന്നു പിണറായി വിജയൻ. സ്വന്തമായി ചിന്തിക്കാനും സ്വന്തമായി കാര്യം നടപ്പിലാക്കാനും ഒന്നും പുള്ളി കഴിവില്ല, പുള്ളി ചെയ്തിട്ടുമില്ല. പിണറായി വിജയന് കുറേ ഗുണഗണങ്ങൾ ഉണ്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞ് ആക്കി തീർത്ത ഒരു ബൊമ്മ, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ VD സതീശൻ നായർ അങ്ങനെയല്ല. VD സതീശൻ നായർക്ക് കളിയറിയാം, ചെയ്യാനറിയാം, അതിനുള്ള ബുദ്ധിയുണ്ട്, വാക്ചാതുര്യമുണ്ട്, പല കാര്യങ്ങളിലും നല്ല ദീർഘദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെയാണ് KC വേണുഗോപാലൻ നായരും. നല്ല മികവുറ്റ നേതാവാണ്. കോൺഗ്രസിൻ്റെ കേന്ദ്രം നിയന്ത്രിക്കുന്ന ആളാണ്. അപ്പോൾ മോശക്കാരനാണെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അടുത്തത് രമേശ് ചെന്നിത്തല നായർ. കടുകട്ടി അഭ്യാസിയാണ്. കരുണാകരന് വരെ പാരയടിച്ച വ്യക്തിയാണ്. അന്നേരം അദ്ദേഹത്തിൻ്റെ കഴിവ് മനസ്സിലാക്കാമല്ലോ. അദ്ദേഹവും ഒട്ടും മോശക്കാരനല്ല. എന്തായാലും ഒരു നായരായിരിക്കും മുഖ്യമന്ത്രി. അതുകൊണ്ട് നായന്മാർക്ക് സന്തോഷിക്കാം. ഈ നിയമസഭയിലെ മുഖ്യമന്ത്രി ഉറപ്പായിട്ട് ഒരു നായരായിരിക്കും. ആ നായന്മാർക്ക് വേണ്ടിയുള്ള കളിയാണ് തെരുവീതികളിൽ നടക്കുന്നത്. എല്ലാവരും ഫ്ലെക്സ് വെക്കുക, മുഖ്യമന്ത്രി ഇന്ന ആൾ. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രം ഫ്ലെക്സ് വെച്ച് കണ്ടില്ല. അദ്ദേഹത്തിന് അത്രയും അനുയായികൾ കാണത്തില്ല. ഇവരൊക്കെ പറയുന്നത് ഞാനൊന്നും പറഞ്ഞില്ല, ജനം വെക്കുന്നതാണ്, പുള്ളിയുടെ ആരാധകർ വെക്കുന്ന, കോൺഗ്രസ്സുകാർ വെക്കുന്നതാണ്, പുള്ളിയെ ഇഷ്ടമുള്ളവർ വെക്കുന്ന എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയത്തില്ല ഇവന്മാർ പറഞ്ഞു വെപ്പിക്കുന്നതാണ്. എന്തായാലും കളി നല്ല രസമാണ്. എന്തായാലും അധികാരം കിട്ടുന്ന ആ സമയത്ത് ഇവരുടെ ഒരു അടിയുണ്ട്. അത് കഴിഞ്ഞ് ഇനിയും പൊരിഞ്ഞടിയാണ്. നല്ല രസകരമാണിത് കാണാൻ. ഒട്ടും വിരസമാകില്ല. ഇവരുടെ തൊഴുത്തിക്കുത്തും അഭ്യാസവും വേല് എല്ലാം ഒരു പ്രത്യേക കളിയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം ഈ നായന്മാരുടെ ഭരണം. നന്ദി, നമസ്കാരം.